അങ്ങനെ അതുകൊണ്ട് ടോങ്ങും ഞാനെല്ലാം പറയാന്നറിഞ്ഞ് അവനോട് സംസാരിക്കാൻ നോക്കുമ്പം ജിയാങ് ആണ്, നീ അല്ലേലും പണ്ട് തൊട്ട് യാൻഷങ്ങിന്റെ അടുത്ത് ഏത് പെങ്കൊച്ച് സംസാരിക്കാൻ വന്നാലും ഇതേപോലെ നീ നാടകം കളിക്കുന്നതെന്ന് പറഞ്ഞ് അവളിപ്പോ യാൻഷങ്ങിനോട് പറയും സതീത്തി ഇവന്റെ കൂട്ടുകാരനായിട്ട് സിം ചെയ്ത വീഡിയോ ഒക്കെ ടോങ് ആ സിയാൻ അയച്ചു കൊടുത്തേന്ന്. അങ്ങനെ അത് കേട്ട് യാൻഷങ് ആണ് ഷോക്കായിട്ട് നീയാണോ ടോങ് ഇത് ചെയ്തെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൾ അവസാനം സമ്മതിക്കും ഇവൻ ഇഷ്ടമുള്ളതുകൊണ്ട് അവൾ ഇതൊക്കെ ചെയ്തേന്ന്. അപ്പോഴാണ് അവൻ ഉറച്ച് ഞാൻ ആകെ ഇഷ്ടപ്പെടുന്ന സിയാനോളെന്ന് പറഞ്ഞ് അവളെ മനസ്സിലാക്കി കൊടുക്കും. അപ്പോഴാണ് ടോങ് അടുത്തായിട്ട് ഇവളെക്കാളും നമ്മൾ തമ്മിലുള്ള കുറെ കണക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞ് ഇവരുടെ മരിച്ചോയ കൂട്ടുകാരനെ കുറിച്ചൊക്കെ പറയും. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ജീവിച്ചാല് അത് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കത്തുള്ളെന്ന് ടോങ്ങും പറയുമ്പം സിയാനും നിനക്ക് യാൻഷങ്ങിന് ഇഷ്ടമാണെങ്കിൽ എന്തിനാ നിങ്ങളുടെ മരിച്ചോയ കൂട്ടുകാരന്റെ വീടെയൊക്കെ അവനെ കാണിച്ച് ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് അവളും ചോദിക്കും. അങ്ങനെ അതിന്റെ പേര് ലവ് അല്ലെന്ന് സിയാനും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം സിയാനാണ് അവളുടെ പ്രൊഫസറിനോട് യാൻഷങ്ങിന്റെ മറ്റേ വെള്ളത്തിറങ്ങുന്ന പേടി മാറാൻ വേണ്ടി അവൾ കുറച്ച് ബുക്സ് ഒക്കെ മനസ്സിലാക്കി വെക്കും. ഇതേ സമയത്ത് ടോങ്ങും എല്ലാവരും അവളുടെ സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് സ്ഥലം വിടാന്ന് പറഞ്ഞിരിക്കും. അപ്പോഴാണ് ഈ കാര്യം അറിയാൻ പറ്റുന്ന ഷീയാണ് നീ ആരോടും പറയാതെ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പോകുന്നതിൽ കുടിക്കാൻ വേണ്ടി കോഫിയൊക്കെ അവൻ തന്നയക്കും. അപ്പോഴാണ് അവളും എനിക്ക് ആകെ നീയുള്ള ഷീ എന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് അവനും കുറച്ച് സന്തോഷത്തിൽ ഇവൾക്ക് ബായ് പറഞ്ഞയക്കുന്ന മുമ്പേ ഇവളെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അന്ന് രാത്രി ജിയാങ്ങും ടോങ് കാണിച്ച ചെറ്റത്തരം കാരണം അവൾ എല്ലാവരും ഫേസ് ചെയ്യാൻ പേടിച്ച് ഇവിടുന്ന് സ്ഥലം വിട്ടോ എന്നറിയും. അങ്ങനെ അതിനുശേഷം സിയാനും നമുക്ക് അവളുടെ ടോപ്പിക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊക്കെ എന്നെ സഹായിക്കാൻ വരുമെന്ന് പറഞ്ഞ് ഇവരെല്ലാം വിളിച്ചോണ്ട് യാൻഷങ്ങിന്റെ മറ്റേ പേടി മാറാൻ വേണ്ടി കുറെ ട്രൈ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ സിയാൻ ആദ്യം ഇവരോടൊക്കെ യാൻഷങ്ങിന്റെ കൂട്ടുകാരൻ മരിച്ച പോലെ തന്നെ ഒരു സീൻ റെഡിയാക്കിയാല് അവന്റെ അസുഖം മാറ്റാൻ പറ്റത്തുള്ളൂ ഇവളും പറയുമ്പം ഇവരൊക്കെ ഷോക്കായിട്ട് അങ്ങനെ ചെയ്യുന്ന കാരണം അവന്റെ പേടി കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവരൊക്കെ ചോദിക്കും. അപ്പോഴാണ് സിയാനും അവൾ വായിച്ച ബുക്കിനകത്ത് ചിലവർക്ക് ഒന്നും കൂടെ ആ സീൻ കാണിച്ച് അത് മാറ്റം വരുത്താണ് അവന്റെ പേടിയൊക്കെ മാറിക്കോളും പറയും. അങ്ങനെ അതിനുവേണ്ടി ആദ്യം സിമ്പിൾ ആയിട്ട് ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് അവന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവസാനം ആ പ്ലാൻ ഫെയിലായി ലിങ്ങിന്റെ തലയിലായിരിക്കും വെള്ളം വന്ന് വീഴുന്നത്. അതിനുശേഷം അടുത്ത പ്ലാനായിട്ട് ഇവരും പാർക്കിലേക്ക് ചെന്ന് അവന്റെ ദേഹത്ത് വെള്ളം വീഴുന്ന രീതിയിൽ സെറ്റ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് യാൻഷങ്ങിനെ വെള്ളം വന്ന സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇവർ ദൂരെ നോയിക്കൊണ്ടിരിക്കുമ്പം യാൻഷങ്ങും കുറെ സമയത്ത് ഇവരൊക്കെ എവിടെ പോയെന്ന് പറഞ്ഞ് അവന് സിയാന് ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി പോകും. അതുകൊണ്ട് ഇവരെല്ലാം പേടിച്ച് ഇപ്പൊ വെള്ളം വന്ന പിന്നെ പ്ലാൻ മൊത്തത്തിൽ ഫ്ലോപ്പ് ആവെന്ന് പറഞ്ഞ് യാൻഷങ്ങിനെ തടയാൻ വേണ്ടി ഒരാൾ പറഞ്ഞയക്കും. അങ്ങനെ ആ സിയാൻ തന്നെ ഓടിച്ചെന്ന് അവൻ അവിടെ തന്നെ നിർത്തുമ്പോഴാണ് അവൾ അങ്ങനെ ചെയ്യുന്ന അവനെ കിസ് ചെയ്തായിരിക്കും. അതുകൊണ്ട് ഇവെല്ലാം ഷോക്കായി എന്തുവാണ് ഇത് മൊത്തം റൊമാൻറ്റിക് സീനായി പോയെന്ന് പറഞ്ഞ് അവരൊക്കെ അവിടെ നിന്ന് കൂവിക്കൊണ്ടിരിക്കുമ്പം അതേസമയം അവിടെ വെള്ളം വന്നു തുടങ്ങും. പക്ഷെ യാൻഷങ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ആ കിസ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനെ ഇവരെല്ലാരും കൂടെ ഇപ്പൊ ഇവന്റെ വെള്ളത്തിൽ ഇറങ്ങുന്ന പേടിയൊക്കെ മാറിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം യാൻഷങ് ആണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനാളിയാ പേടി, അല്ലാതെ വെള്ളം കണ്ടാൽ തന്നെ പേടിയാണെങ്കിൽ ഞാൻ ഒരു ദിവസം പോലും കുളിക്കത്തില്ലായിരുന്നല്ലേ എന്നിങ്ങനെ അവരുടെ പ്ലാനെല്ലാം നാറ്റിച്ചളയും. അതുകൊണ്ട് ഇവരും എങ്കിൽ പിന്നെ വേറൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് കുളിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം ലിങ്ങാണ് വെള്ളത്തിൽ കിടന്ന് മരിക്കുന്ന പോലെ അവൻ അവിടെ നിന്ന് ആക്ട് ചെയ്തോണ്ടിരിക്കുമ്പം അവിടേക്ക് വന്ന് യാൻഷങ്ങും വെള്ളത്തിന്റെ ഹൈറ്റ് തന്നെ കാലിന്റെ പകുതി വരെ ഉള്ളു ഇവനെന്തിനെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവന് ചുമ്മാ ഇവരെയൊക്കെ നോക്കി ഈ നാടകമൊക്കെ നിർത്താൻ വേണ്ടി പറയും. അതിനുശേഷം ലിങ്ങാണ് ദേഷ്യത്തി എന്നാലും വന്ന് ഹെൽപ്പ് ചെയ്തോടെ മണ്ടാന്ന് പറഞ്ഞ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം സിയാനും എങ്കിൽ പിന്നെ നിനക്ക് വെള്ളത്തിന് പേടിയില്ല വാന്ന് പറഞ്ഞ് അവന് വിളിച്ചോണ്ട് പോകാൻ നോക്കും. അപ്പോഴാണ് യാൻഷങ്ങും അവൻ ആ പോയിന്റ് എത്തിയ ഉടനെ അവന് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാകും. ഇത് മനസ്സിലാകുന്ന സിയാനും എങ്കിൽ പിന്നെ പ്ലാൻ ബിയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവൾക്ക് വേണ്ടി വാങ്ങിച്ചെന്ന നെക്ലസ് മനപ്പുറം വെള്ളത്തിനകത്ത് അങ്ങിടും. അതിനുശേഷം അവളും പേടിച്ചിട്ട് അയ്യോ എന്റെ ഹിപ്പാറ്റി നെക്ലസ് ആണെന്നില്ലെന്ന് പറഞ്ഞ് അവൾ ഓരോ സ്ഥലത്തും തപ്പുമ്പം ഇവന്മാരെല്ലാവരും കൂടെ ചേർന്ന് ആക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ സിയാനും അവൾ മനപ്പുറം അവിടെ തന്നെ അടിച്ച് വീഴുമ്പോഴാണ് ഇത് കാണുന്ന യാൻഷങ്ങും പേടിച്ച് ഓടിച്ചെന്ന് അവളെ സഹായിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവെല്ലാം സന്തോഷത്തി നമ്മുടെ യാൻഷങ്ങിന്റെ പേടി മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അവനെ തന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാനം യാൻഷങ്ങും ആ നെക്ലസ് അവിടെ പോയി തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് സിയാനും നൈസിന് അവളുടെ കാലിന് മാറ്റി കൊടുത്ത് ഇവനെ കൊണ്ട് ആ നെക്ലസ് എടുപ്പിക്കും. അതിനുശേഷം അവന് സന്തോഷത്തി ഇവൾക്ക് അത് തിരിച്ചു കൊടുക്കുമ്പോഴാണ് എല്ലാവരും കൂടെ പ്ലാൻ സക്സസ് ആയി പറഞ്ഞിരിക്കും. അതുകൊണ്ട് അവൾ സന്തോഷത്തി നിന്റെ പേടിയൊക്കെ മാറി യാൻഷങ് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യും. അതുകൊണ്ട് അവനാണ് എങ്കിൽ പിന്നെ ഇതൊക്കെ നിങ്ങളുടെ പ്ലാൻ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കള്ളത്തിന് എന്തോ തിരിച്ച് ചെയ്യാമോന്ന് ചോദിക്കും. അതുകൊണ്ട് ഇവെല്ലാം കൂടെ അവന് മഹാരാജ പോലെ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം യാൻഷങ്ങിന്റെ പേടി കുറച്ച് മാറി നിറഞ്ഞുടനെ ഇവരടുത്തായിട്ട് അവനെ വെള്ളത്തിൽ ശ്വാസം പിടിച്ചിരിക്കാൻ വേണ്ടി ഒരു ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ അതിൽ വിജയിച്ചവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈസിൽ കൊഞ്ച് സെലക്ട് ചെയ്യാം. അങ്ങനെ അതൊക്കെ ഇവർ ഓർഡർ ചെയ്ത് വാങ്ങിക്കുമ്പോഴാണ് അതേസമയം ലിങ്ങിന്റെ കൈയാണ് അവിടുത്തെ കൊഞ്ചിനകത്ത് അങ്ങ് കുടുങ്ങിപ്പോകും. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് പേടിച്ച് നിലവിളിക്കുമ്പം ആ ഓണറും ഞാൻ പോയി വെള്ളം എടുത്തതെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകും. അങ്ങനെ ആ സമയം കൊണ്ട് ഇവനാണ് പേടി മാറാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയടിയെന്ന് പറഞ്ഞ് ജിയാങ്ങിനോട് ഹെൽപ്പ് വയ്ക്കുമ്പം അവള് പെട്ടെന്ന് ഐ ലവ് എന്നങ്ങ് പറയും. അങ്ങനെ അതോടെ അവന് മൊത്തം ഷോക്കായിരിക്കുമ്പോഴാണ് അവസാനം ആ ഓണറും വന്ന് ഇവന്റെ കൈയെടുത്ത് കൊടുത്ത ഉടനെ ആ കൊഞ്ചിനേക്കാർ നീ പറഞ്ഞാടി എനിക്ക് പേടിയായി പോയെന്ന് പറഞ്ഞ് ഇവളെ കളിയാക്കിയിട്ട് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം സിയാനും അവൾ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് യാൻഷങ്ങിന്റെ ഹെൽത്ത് ഇപ്പം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് അവളെല്ലാം പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴായിരിക്കും യാൻഷങ് ഇവളെ മെസ്സേജ് അയച്ച് അവന്റെ കൂട്ടുകാരന്റെ പാരന്റ്സിന്റെ വീട്ടിൽ ഇവള് വരുന്നോന്ന് ചോദിക്കും. അങ്ങനെ അതിനുശേഷം അവളും വരാന്ന് പറഞ്ഞ് അവന്റെ കൂടെ അവിടെ ചെല്ലുമ്പോഴാണ് ഇവന്റെ മരിച്ചോയ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവരുടെ പാരന്റ്സ് ഇപ്പോൾ ഇവിടുന്ന് സ്ഥലം
സ്ഥലം മാറി വേറെ സ്ഥലത്തേക്ക് പോകാൻ പോവാ. അതുകൊണ്ട് ഈ കാര്യം അറിഞ്ഞ് അവനാണ് നിങ്ങളെന്തിനാ പെട്ടെന്ന് മാറുന്നതെന്ന് അറിഞ്ഞ് അവരോട് ചോദിക്കുമ്പം അവന്റെ കൂട്ടുകാരന്റെ പാരൻസും പറയും ഒരു അവൻ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ ഇവിടെ തന്നെ ജീവിച്ചേനെന്ന്. പക്ഷെ അവനില്ലാത്തതുകൊണ്ട് ഇവരിപ്പോൾ ഇവരുടെ നാട്ടിലേക്ക് തന്നെ പോകാന്ന് പറഞ്ഞ് അവരിപ്പോൾ ലഗേജൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം യാൻഷങ് സിയാനും ഞങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവരാ പാർസലൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി സഹായിച്ചോണ്ടിരിക്കുമ്പം സിയാനും ഇവന്റെ കൂട്ടുകാരനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവനോട് പറയാൻ വേണ്ടി പറയും. അതിനുശേഷം യാൻഷങ് സന്തോഷത്തി ഇവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവനെന്ന് പറഞ്ഞിട്ട് അവർ ആ സ്റ്റോറിയൊക്കെ എടുത്തു പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ പക്ക സ്വിമ്മേഴ്സ് ആയിരുന്നു. അങ്ങനെ ഇവന്മാർക്കൊരു കോമ്പറ്റീഷൻ വരുമ്പോഴാണ് അതേസമയം യാൻഷങ്ങിന് കുറച്ച് ടെക്നീക്ക് അറിയാത്തോണ്ട് അവന്റെ കൂട്ടുകാരനോട് സഹായം ചോദിച്ചാണ്. പക്ഷെ ഇവനെ പഠിപ്പിക്കുമ്പോൾ അറിയാതെ അവന്റെ നടുവൊളുക്കി പോകും. അതുകൊണ്ട് തന്നെ ഇവന്റെ കൂട്ടുകാരന് വരാൻ വന്ന കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ വിഷമത്തിൽ അവൻ ഇരുന്നാലും അതേസമയം ഇവന് നടുവേന എന്ന കാര്യമൊക്കെ യാൻഷങ്ങിനെ അറിയിക്കില്ലെന്ന് പറയും. അല്ലെങ്കിൽ അവൻ കാരണം നടുവേന വന്നുകൊണ്ട് പിന്നെ അവന് മത്സരത്തിൽ പങ്കെടുത്തില്ലെന്ന് ഇവന്റെ കൂട്ടുകാരെ സംസാരിക്കുമ്പോഴാണ് അതേസമയം ഇതെല്ലാം യാൻഷങ് പുറത്തിരുന്ന് കേൾക്കും. അതുകൊണ്ട് അവന്റെ കൂട്ടുകാരനോട് ഞാൻ കാരണം ലളി നിനക്ക് ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവന് കുറ്റബോധമാകും. അതുകൊണ്ട് ഈ കോമ്പറ്റീഷന് അവനും പങ്കെടുക്കുന്നില്ലെന്ന് പറയുമ്പം യാൻഷങ്ങിന്റെ കൂട്ടുകാരനാണ് നീ കാരണം നടുവേന വന്ന പോലെ നീ ഫീൽ ചെയ്യാണ് എങ്കിൽ പിന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്ത് അവന് വരും ജയിച്ചു കാണിക്കാൻ വേണ്ടി പറയും. എന്നാലും അവൻ സന്തോഷം വരുത്തുമെന്ന് പറഞ്ഞ ഉടനെ യാൻഷങ് സന്തോഷത്തിൽ അവന്റെ കൂട്ടുകാരന് വേണ്ടി ആ കോമ്പറ്റീഷന് പങ്കെടുക്കും. അങ്ങനെ അവസാനം ആ മത്സരത്തിൽ വിജയിക്കുമ്പോഴാണ് ഈ അവാർഡായിരിക്കും യാൻഷങ് അവന്റെ കൂട്ടുകാരനായിട്ട് ഷെയർ ചെയ്ത്. അങ്ങനെ ആ കാര്യമൊക്കെ ഇപ്പൊ അവന് സിയാനോട് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവൾ അവിടെ ഇവരുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഇതെവിടെ എടുത്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഈ ഫോട്ടോ എടുത്തത് ഇവരുടെ ഡ്രീം എഴുതിയ ഒരു സ്ഥലത്ത് വെച്ചാന്ന് പറയും. പക്ഷെ അവന്റെ കൂട്ടുകാരന്റെ ഡ്രീം എന്തുവന്ന് ഇവൻ അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അവന്റെ അമ്മ അവിടേക്ക് വന്നിട്ട് ഒരു ഇവർക്ക് വന്ന പോസ്റ്റിനകത്ത് അവന്റെ ഡ്രീമിനെ കുറിച്ച് എഴുതി കാണുമെന്ന് പറഞ്ഞ് ഇപ്പൊ യാൻഷങ്ങിന്റെ കൊടുക്കും. കാരണം ഇവന്മാരെന്ന് ഡ്രീം എഴുതി ഒരു പേപ്പറിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ അതിപ്പോ യാൻഷങ് വായിച്ചു നോക്കുമ്പോഴാണ് അവന്റെ കൂട്ടുകാരന് വാട്ടർ റെസ്ക്യൂ ടീമിൽ ചേരാൻ വേണ്ടിയ ആഗ്രഹം എഴുതിയിട്ടേക്കുന്നത്. അതുകൊണ്ട് യാൻഷങ് സന്തോഷത്തി അവന്റെ കൂട്ടുകാരനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഡ്രീം അവൻ ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞ് അവന് ഫ്യൂച്ചറിൽ ഒരു വാട്ടർ റെസ്ക്യൂ ടീമിൽ ജോലി ചെയ്യാൻ പോകുന്ന പറയും. അങ്ങനെ ഇത് കേട്ട് മറ്റവന്റെ അമ്മയെ ഭയങ്കര സന്തോഷത്തി ഇവന് താങ്ക്സ് പറയുമ്പം അതേസമയം സിയാനും ഇവന്റെ ഒപ്പം തന്നെ ജോലി ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ട് രണ്ടുപേരും ആ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. അങ്ങനെ അതിനുശേഷം യാൻഷങ്ങും ഇവൾ തീർച്ചയായിട്ടും ഇവന്റെ കൂടെ ആ ജോലി ചെയ്യാൻ പോകുന്ന പറഞ്ഞു ചോദിക്കുമ്പോൾ സിയാൻ ഇവൻ അവിടെ ഉണ്ടോ ആ ജോലി തന്നെ ഇവളും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് വാട്ടർ റെസ്ക്യൂ ഭയങ്കര ഇഷ്ടമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവർ രണ്ടുപേരും വരാൻ വന്ന കോമ്പറ്റീഷനൊക്കെ ജയിച്ച് ആ ജോലി കിട്ടാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കും. പക്ഷെ സിയാനാണ് അവൾക്ക് CPR കൊടുക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് യാൻഷങ് അവളെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ആദ്യം അവനും വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഒരുത്തനെ ആദ്യം CPR കൊടുത്ത് രക്ഷിക്കാൻ പറ്റില്ല, പിന്നെ വായു വഴി ശ്വാസം കൊടുക്കാൻ വേണ്ടി പറയും. ഇതോടെ അവളാണ് മൊത്തം ഞെട്ടിപ്പോയിരിക്കുമ്പം ഇത് മനസ്സിലാക്കുന്ന യാൻഷങ്ങും ഈ പേഷ്യന്റിനെ മരിക്കാൻ വിടാൻ പോകണമെന്ന് പറഞ്ഞ് അവളായിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവൾ എക്സാമിൽ പാസ്സാകാൻ വേണ്ടി ഇവളത് ചെയ്തു നോക്കാൻ വേണ്ടി പോകുമ്പോഴാണ് കറക്റ്റ് അതേസമയം ഇവരുടെ ഫ്രണ്ട്സൊക്കെ അവിടെ വന്ന് നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ റൊമാൻസ് ചെയ്യാൻ തുടങ്ങിയ നാണില്ലാത്തവരെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ യാൻഷയും കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അവന്മാർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന സിയാങ്ങാണ് അവന്മാരിപ്പോൾ നമ്മളെ കുറിച്ച് തെറ്റിരിച്ചാണെന്ന് പറഞ്ഞ് ഇവനായിട്ട് വഴക്കുണ്ടാക്കും. അങ്ങനെ അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രക്ഷിക്കാൻ വേണ്ടി ഇവർക്കൊരു ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് യാൻഷങ്ങും അവനത് പങ്കെടുത്ത് സഹായിക്കാൻ വേണ്ടി പോകും. പക്ഷെ അവൻ ജമ്പ് ചെയ്യാൻ തയ്യാറായ ഉടനെ അവന്റെ കൂട്ടുകാരനെ കുറിച്ച് ഓർത്ത് നോക്കി അവന് വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവൻ ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാതെ പേടിച്ചിരിക്കും. അതിനുശേഷം ഇത് മനസ്സിലാക്കുന്ന സിയാനും അവൻ അന്ന് വെള്ളത്തിറങ്ങാൻ പേടിയില്ലായിരുന്നെങ്കിലും ഇന്ന് അവൻ ഭയങ്കരമായിട്ട് പേടിച്ചെന്നറിഞ്ഞ് ഇവൾ ഓരോ ദിവസം അതൊക്കെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവന്റെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവൾ എവിടെയൊക്കെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ ഇവളുടെ കൂട്ടുകാരിയാണ് നാളെ അവളുടെ 199ാമത്തെ ലവ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് അവരേക്ക് ഇൻവൈറ്റ് ചെയ്യും. അപ്പോഴാണ് ജിയാങ്ങും നീ 199 ദിവസമായാലും അതൊക്കെ ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഇവരെല്ലാരും കൂടെ അവരുടെ കപ്പിൾസ് പാർട്ടിയിലേക്ക് ചെല്ലും. അങ്ങനെ കൂട്ടുകാരിയും എല്ലാവർക്കും ഈ ബീച്ചിനകത്ത് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവരെയൊക്കെ പറഞ്ഞേക്കുമ്പോഴാണ് ഇവർ ഓരോരുത്തർ ടീമായിട്ട് ചെന്ന് അവരാ ഗിഫ്റ്റൊക്കെ തപ്പിക്കൊണ്ടിരിക്കും. അങ്ങനെ ജിയാങ്ങിന് ആ ഗിഫ്റ്റ് കിട്ടി അവൾ ആ സാധനം തുറന്നു നോക്കുമ്പോഴാണ് ഇത് കാണുന്ന ലിങ്ങാണ് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു കല്ലോന്ന് പറഞ്ഞിട്ട് അവന് ഷോക്ക് അടിച്ചിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ജിയാങ് അവന്റെ ഫേസിനകത്ത് കിസ് ചെയ്യുന്നത്. എന്നിട്ട് അവൾ ഐ ലവ് യു പറഞ്ഞ ഉടനെ ഇവന് ഞെട്ടിപ്പോയി ഒന്നും പറയാതിരിക്കുമ്പം അവൾക്ക് നാണക്കേടായി പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്ന പോലെ ആക്ട് ചെയ്യും. അപ്പോഴാണ് അവനും ഇവൾ വീണ്ടും ഡ്രിങ്ക് ചെയ്തിട്ട് ഓരോന്നായിട്ട് വിളിച്ചു പോകാന്ന് പറഞ്ഞ് അവനത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. പക്ഷെ ജിയാങ് ഇവിടെ സീരിയസ് ആയിട്ട് അവനെ പ്രൊപ്പോസ് ചെയ്ത. ഇതേസമയം ഇവിടെ സിയാനി ആൻഷും കൂടെ ആ ഗിഫ്റ്റ് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് സിയാന് വാഷ്റൂമിൽ പോയിട്ട് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ചെല്ലും. അതിനുശേഷം ഇവിടെ ആൻഷങ്ങും അവന്റെ തൊപ്പിയൊക്കെ മാറ്റി വെച്ച് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് അവിടേക്ക് വരുന്ന സിയാനാണ് അവിടെ കൂട്ടത്തെ ആൾക്കാരെല്ലാം ഒരുത്തൻ കടലിൽ മുങ്ങിപ്പോയെന്ന് പറഞ്ഞ് അവന്റെ തൊപ്പി കണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കാണുന്ന സിയാനാണ് പേടിച്ചിട്ട് അത് യാൻഷങ്ങിന്റെ തൊപ്പിയല്ലേന്ന് പറഞ്ഞിട്ട് ഒരു ശവനായിരിക്കും മുങ്ങി കിടക്കുന്നതെന്ന് പറഞ്ഞ് അവനെ രക്ഷിക്കാൻ വേണ്ടി കടലിലേക്ക് ഓടി ചെല്ലും. അതേസമയം ഫോൺ സംസാരിച്ചിട്ട് വരുന്ന യാൻഷങ് ആണ് ഇവളെ കടലിൽ ഇറങ്ങി ഇവൻ അന്വേഷിക്കുന്ന
ഇരിക്കുന്നുണ്ട് അവന് ഞാൻ ഇവിടെ ഉണ്ട് സിയാന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ച് കൂയിക്കൊണ്ടിരിക്കും. പക്ഷെ അവളുടെ വെപ്രാളത്തി ഇവൻ പറയുന്ന ഒന്നും തന്നെ കേൾക്കത്തില്ല. അതുകൊണ്ട് അവന് വെള്ളത്തിറങ്ങാൻ പേടിയായാലും ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അവൻ ആ കടലിലേക്ക് ഓടിച്ചില്ലും. അങ്ങനെ അതിനുശേഷം ഇത് കാണുന്ന ഇവരെ ഫ്രണ്ട്സാണ് ഇവർക്ക് ഇത് എന്തോ പറ്റിയെന്ന് അറിഞ്ഞിട്ട് അവെല്ലാം ഓടി രക്ഷിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അവസാനം യാൻഷങ് ധൈര്യത്തിൽ പോയാലും അവനും കുറച്ച് വെള്ളത്തിൽ മുങ്ങിപ്പോകും. അതുകൊണ്ട് ഇവരും ബോധം വരാൻ വേണ്ടി അവന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവന് കണ്ണുറന്നിട്ട് എനിക്കൊന്നും കുഴപ്പമില്ല കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി പറഞ്ഞിട്ട് അവരെയൊക്കെ ആശ്വാസപ്പെടുത്തും. എന്നിട്ട് അന്ന് രാത്രി സിയാന് ഹോസ്റ്റലിൽ നിന്ന് അവൾ പതിവ് പോലെ യാൻഷങ്ങിനെ കുറിച്ച് റെക്കോർഡ് ചെയ്യും. ഇന്ന് ഇവളെ രക്ഷിക്കാൻ വേണ്ടി അവൻ വെള്ളത്തിൽ മുങ്ങി തന്നെ മരിക്കുന്ന അവസ്ഥയിലേക്ക് പോയെന്ന്. അതുകൊണ്ട് അവന്റെ പേടി മാറ്റുന്ന ഒരു പക്ഷേ അവന്റെ ലൈഫിന് തന്നെ റിസ്ക് ആയി പോകുമെന്ന് അറിഞ്ഞ് ഇവളിനെ അതിന് ശ്രമിക്കണോ വേണ്ടതെന്ന് അവളോട് തന്നെ ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ലിങ്ങും ഇന്ന് ജിയാങ് പ്രൊപ്പോസ് ചെയ്ത് ആലോചിച്ച് സന്തോഷിച്ചോണ്ട് അവള് ഡ്രിങ്ക് ഇട്ട് അതൊക്കെ പറഞ്ഞ് അല്ലാതെ എന്നെ എന്തിനും ഇഷ്ടപ്പെടുന്നത് ഏതിനെ വീണ്ടും വീണ്ടും അവളെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോഴാണ് അവൾ ഇന്നലെയും പ്രൊപ്പോസ് ചെയ്ത കാര്യം ഓർമ്മ വരും. അതുകൊണ്ട് അവന് മൊത്തത്തിൽ സംശയമായി. അതേസമയം ഇവിടെ യാൻഷങ്ങിന് അവൻ ഇന്നത്തോടെ അവന്റെ പേടി മൊത്തത്തിൽ കൂടിപ്പോയി. അങ്ങനെ അതുകൊണ്ട് അവൻ ഒട്ടും തന്നെ ഉറക്കം വരത്തില്ല. അതുകൊണ്ട് അടുത്ത ദിവസം അവനും സിയാൻ അറിയാതെ ഒരു ഡോക്ടറിനെ ചെന്ന് കാണുമ്പോഴാണ് അദ്ദേഹം ഇവന്റെ കൂട്ടുകാരൻ മരിച്ച ആ ഒരു പേടി മാറാൻ വേണ്ടി പതിയെ പതിയെ ഓരോ സ്റ്റെപ്പ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ഇവൻ ഇന്നത്തേക്ക് പറഞ്ഞയക്കും. ഇതേസമയം സിയാൻ ഇവനെ മെസ്സേജ് ഇവനെ ഫുഡ് അടിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് അവന് സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് ഈ കാര്യമൊന്നും പറയത്തില്ല. അങ്ങനെ അതിനുശേഷം സിയാനും സൈക്കോളജി ക്ലാസ്സിന് വേണ്ടി യാൻഷങ്ങിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴാണ് അവൻ ഇവളെ വിളിച്ചെന്ന് പറഞ്ഞ് ആ ക്ലാസ്സിലേക്ക് വന്നിരിക്കും. കാരണം സാറ് പഠിപ്പിക്കുന്നുണ്ട് ഇവന്റെ മനസ്സിലുള്ള പേടിയൊക്കെ മാറ്റാൻ പറ്റുന്ന ഇവള് വിചാരിക്കുന്നത്. അതിനുശേഷം സാറും ഇവനെ പോലെ തന്നെ ഒരു പേഷ്യന്റെ കാര്യമായിരിക്കും ഇന്ന് പഠിപ്പിക്കുന്നത്. അങ്ങനെ കൊച്ചിലെ തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയി മരിക്കാൻ പോയ ഒരുത്തന് ഇപ്പോഴും വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാന്ന് പറഞ്ഞ് അദ്ദേഹം ആ കാര്യമൊക്കെ പറയും. പക്ഷെ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് സൈക്കോളജി വഴി അവരെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമെന്ന് ഇവരുടെ പ്രൊഫസറും പറയുമ്പോഴാണ് സിയാനെ സന്തോഷത്തി നിന്റെ പേടി ഇതേപോലെ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞ് യാൻഷങ്ങിനോട് പറയും. അതുകൊണ്ട് അവനും ധൈര്യത്തോടെ കുറച്ച് സന്തോഷത്തിരിക്കുമ്പോഴാണ് അവിടെ വേറെ പെങ്കൊച്ചാണ് എങ്കിൽ പിന്നെ ഈ ട്രീറ്റ്മെന്റ് എല്ലാവരുടെയും പേടി മാറ്റാൻ ചോദിക്കും. അപ്പോഴാണ് സാറും സൈക്കോളജി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ചിലവർക്ക് പേടിയൊന്നും മാറിയിട്ടില്ലെന്ന് പറയുമ്പം യാൻഷങ്ങിന് വീണ്ടും ആ കോൺഫിഡൻസ് എല്ലാം നഷ്ടമായി പോകും. പക്ഷെ ഇത് മനസ്സിലാക്കുന്ന സിയാനാണ് എന്തായാലും നമുക്ക് ട്രൈ ചെയ്തല്ലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവനെ ധൈര്യമായിട്ടിരിക്കാൻ വേണ്ടി പറയും. കാരണം 1-2 പേർക്ക് ആ ട്രീറ്റ്മെന്റ് ഒക്കെ ഫെയിൽ ആകത്തുള്ളൂ എന്നറിഞ്ഞ് ഇവൻ ആശ്വാസപ്പെടുത്തും. അതിനുശേഷം ഇവിടെ ലിങ്ങാണ് ജിയാങ് അറിയാതെ അവൾ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ഇവളെ പിള്ളേരോടൊക്കെ ഇത്ര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് അവളെ തന്നെ വായി നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവൾ നോക്കുന്നിട്ട് ഇവൻ പേടിച്ചിട്ട് ഇനിയിപ്പോൾ അവളോട് തന്നെ സത്യത്തിൽ എന്നോട് ഇഷ്ടമാണെന്നെല്ലാം ചോദിക്കണം എന്ന് പറഞ്ഞ് അവനോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് വന്ന് ജിയാങ്ങാണ് ഇവനെ പേടിപ്പിച്ചിട്ട് ഇവൻ എന്തോട് ഒളിഞ്ഞു പതിങ്ങൊക്കെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും കുറച്ച് നാണിച്ച് ഇന്നലെ ഇവള് ബോധമില്ലാതെ ഇവനോട് പറഞ്ഞേക്ക് ഓർക്കുന്നുണ്ടോന്ന് ചോദിക്കുമ്പം അവളും ബോധമില്ലെങ്കിൽ എനിക്കങ്ങനെ ഓർമ്മയുള്ളെന്ന് പറഞ്ഞ് ഇവനോട് ഓപ്പൺ ആയിട്ട് പറയത്തില്ല. അപ്പോഴാണ് ഇവൾക്ക് പെട്ടെന്ന് ഒരു പയ്യൻ്റെ അടുത്ത് ഫോൺ കോൾ ഉടനെ അവള് സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് ഇത് കാണുന്നില്ലെങ്കും ഏത് പയ്യൻ വിളിച്ചിട്ട് ഇത്ര സന്തോഷപ്പെടുന്നതെന്ന് പറഞ്ഞ് അവനും പുറകെ ചെന്ന് നോക്കുമ്പം ഫ്ലവേഴ്സ് ആയിട്ട് ഒരുത്തം വന്ന് ഇവളുടെ ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇത് കാണുന്ന ലിങ്ങാണ് ജലസായി ഈ തേങ്ങാത്തലേനൊക്കെ എവിടെ നിന്നെന്ന് പറഞ്ഞ് അവരെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് അവിടെ അവർ രണ്ടുപേരും കിസ് ചെയ്യുന്ന പോലെ ഇവന് തോന്നും. അതുകൊണ്ട് അടുത്ത ചെന്ന് നിനക്ക് നാണില്ലേടി എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുമ്പം സത്യത്തിൽ അത് വേറെ ആൾക്കാരായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് വന്ന് ചെയ്യാനും നീ ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞ് അവൾ അവിടെ ചോദിക്കുമ്പം ഇവൻ എനിക്ക് ആള് മാറിപ്പോയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളായിട്ട് സംസാരിച്ച ആ പയ്യനാണ് ഒരു ആ പയ്യൻ നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ ലവറിനെ കിസ് ചെയ്യുന്നുണ്ട് അത് നീയാ തെറ്റിച്ച് ഞാൻ ദേഷ്യപ്പെട്ടേന്ന് ഇവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് ജിയാങ് ഇപ്പോൾ ഭയങ്കര സന്തോഷത്തില്ല. എന്നിട്ട് ഹോസ്റ്റലിലേക്ക് വരുന്ന അവളാണ് അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും അവൾ ക്ലൈംബിംഗ് കോമ്പറ്റീഷന് പങ്കെടുത്തോണ്ട് അവൾ അത് പങ്കെടുക്കാൻ വേണ്ടി വിദേശത്ത് പോവുക. അങ്ങനെ ഈ കാര്യം അവളും പറയുമ്പം ഇത് കേട്ട് സിയാനും എങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ച് ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞോ ചോദിക്കും. അപ്പോഴാണ് ജിയാങ്ങും ആകെ നിങ്ങളോട് യാൻഷകിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളെന്ന് അറിഞ്ഞ് ഇവളില്ലാത്ത സമയത്തൊക്കെ യാൻഷകിനെ കൂട്ടി നിൽക്കാൻ വേണ്ടി പറയും. കാരണം അവനിപ്പോൾ ഇമോഷണലായിട്ട് കുറച്ച് വീക്കാ. എന്നിട്ട് ഇപ്പം അടുത്ത ദിവസം ജിയാങ് ആണ് ഇവള് വിദേശത്ത് പോകുന്ന കാര്യത്തിനെ കുറിച്ച് ലിങ്ങിനോട് പറയും. അങ്ങനെ അതുകൊണ്ട് അവനാണ് ഷോക്കായിട്ട് ഇവളെന്തിനാ ഇത്രയും പെട്ടെന്ന് തിരിച്ച് ഇവിടെ നിന്ന് പോകുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും എനിക്കിഷ്ടമുള്ള ഇവിടെ ആരില്ലാത്തതുകൊണ്ട് ഞാനെന്തിനാ വെറുതെ ഇവിടെ ടൈം പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവന്റെ സ്നേഹം പുറത്തണിക്കാൻ വേണ്ടി ഇവൾ ചുമ്മാ ഇല്ലാതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവനും കുറച്ച് അപ്സെറ്റ് ആയിട്ട് ഒന്നും പറയാതിരിക്കുമ്പം ഇവളൊരു പേപ്പറിനകത്ത് ലിസ്റ്റ് എഴുതി കൊടുത്ത് ഇതൊക്കെ ഇവൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവനും ഇവൾക്ക് വേണ്ടി ലക്കേജും കുറെ നൂഡിൽസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് ഇവൾ ഹോസ്റ്റലിൽ നിന്ന് എടുത്തോണ്ട് പോകുമ്പോൾ ആ വാങ്ങിച്ചോണ്ടുന്ന സാധനം എല്ലാം ചീത്തയെ മൊത്തം നശിച്ചുപോയ അവസ്ഥയിലായിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇനി കടക്കാരെല്ലാം അവന്റെ തല ഇതൊക്കെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞ് സിയാൻ അവളുടെ കൂട്ടുകാരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ജിയാങ്ങിനെ മനസ്സിലായി ഇവൾ വിദേശത്ത് പോകാതിരിക്കാൻ വേണ്ടി ലിങ് മനഃപൂർവ്വം അവൻ ഈ സാധനം കൊളവാക്കിയതാണ്. അങ്ങനെ അതുകൊണ്ട് അവനെ ഓർത്ത് അവളും കുറച്ച് സന്തോഷത്തിരിക്കും. ഇതേ സമയം ഇവിടെ ലിങ്ങും ഹോസ്റ്റലിൽ ഇരുന്നുകൊണ്ട് മൊത്തത്തിൽ ഒറ്റയ്ക്കായ അവസ്ഥയില്ല. കാരണം ഇവനും ജിയാങ്ങിന് അത്രമാത്രം ഇഷ്ടമുണ്ട്. അതുകൊണ്ട് അവൻ അവസാനമായിട്ട് യാൻഷങ്ങോട് ജിയാങ് എപ്പോഴാ പോകുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അവന് വിഷമിച്ച് അവിടെ നിന്നങ്ങ് പോകും. അങ്ങനെ ഇപ്പം അടുത്ത ദിവസം യാൻഷങ് സിയാനും ബാക്കി എല്ലാവരും കൂടെ ജിയാങ്ങിനെ കൊണ്ടാക്കുമ്പോഴാണ് യാൻഷങ് ആണ് ലിങ് ഇവള് പോകുന്ന സമയമൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അവനെന്ത് ഇതുവരെ വരാത്തയും ചോദിക്കും. ഇത് മനസ്സിലാക്കുന്ന ജിയാങ്ങും ഒരു പക്ഷേ അവൻ എയർപോർട്ടിൽ വരും എന്ന് പറഞ്ഞിട്ട് അവളും തിരിച്ചുകൊണ്ട് അവിടെ നിന്നങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഇവൾ വിചാരിച്ച പോലെ തന്നെ ലിങ് എയർപോർട്ടിലേക്ക് എത്തിയിട്ട്
ആയിട്ട് ജിയാങ് പോയാലെന്ന് അറിയാൻ വേണ്ടി അവനും കുറെ വെപ്രാളിച്ച് അന്വേഷിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാനം അവനും ഫോൺ വിളിച്ച് നോക്കുമ്പോഴാണ് ഇവന്റെ പറയുന്നോണ്ട് ജിയാങ്ങും ഞാൻ ഇവിടെ ഉണ്ട് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കും. അങ്ങനെ അതുകൊണ്ട് അവനും കുറച്ച് അപ്സെറ്റ് ആയിട്ട് ഇവളുടെ അടുത്തേക്ക് ചെന്ന് ഇവൾക്ക് പോകാതിരുന്നോടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളും കോമ്പറ്റീഷൻ ഉണ്ടായിട്ട് പോകാതിരിക്കാൻ എനിക്കൊന്നും പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവൻ അറിയാൻ വരുന്ന ഇവൾ കോമ്പറ്റീഷന് വേണ്ടിയ വിദേശത്ത് പോകുന്നതെന്ന്. അതായത് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവള് പെട്ടെന്ന് തന്നെ വരും. പക്ഷെ അളിയ ഉദ്ദേശിച്ചത് ഇവള് മൊത്തത്തിൽ സ്ഥലം വിട്ട് പോവാന്ന. അതുകൊണ്ട് അവന് സന്തോഷത്തിരിക്കുമ്പം ഇവൾ അന്ന് ഇവൻ കണ്ട പയ്യനൊക്കെ ഇവളുടെ കോച്ചാന്ന് പറയും. അതായത് ഇവളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയ അവൻ ഇവിടെ കൊന്ന. അങ്ങനെ അതറിഞ്ഞിട്ട് അവനും വെറുതെ നാണം കെട്ടെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പം ഇവള് നിന്റെ കൈക്കകത്തെന്തോന്ന് പറഞ്ഞിട്ട് ആ തട്ടിപ്പറിച്ച് വെക്കും. അപ്പോഴാണ് ഇവൻ കീറി കളിഞ്ഞ മറ്റേ ചീട്ട് അവൻ തന്നെ ഇപ്പൊ റെഡിയായി കൊണ്ടുവന്നേക്കും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ചിരിച്ചോണ്ട് ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൻ ആ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ എടുത്തു പറയും. അതായത് ഇവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വീണ്ടും ഇവൻ പെണ്ണുങ്ങളെ പോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കാണും. പക്ഷെ അവസാനം ആ ക്യാമറാമാന് മൊത്തത്തിൽ കണ്ട് പേടിച്ചിട്ടായിരിക്കും ഇവൻ ആ ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുത്തത്. അതിനുശേഷം അവനും ഈ ഫോട്ടോയെ പോലെ തന്നെ എന്നെ നിന്റെ അടുത്ത് ഏൽപ്പിക്കാന്ന് പറഞ്ഞ് അവനും പറയുമ്പം ഇവളെ സന്തോഷത്തി എങ്കിൽ പിന്നെ ഇനി തൊട്ട് നീ എനിക്കുള്ളതെന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യും. അങ്ങനെ അതോടെ ഇവർ രണ്ടുപേരും കൂടെ ഒരു കപ്പിൾസ് ആയിട്ട് മാറി. അതിനുശേഷം അന്ന് രാത്രി ഇവിടെ സിയാനാണ് ഒരു സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാർ എന്തോ കാണുന്ന പറഞ്ഞ് അടുത്തേക്ക് വരും. അപ്പോഴാണ് സിയാനും യാൻഷങ്ങിനെ പോലെ തന്നെ ഒരുത്തിന്റെ കഥയായി ഇതെന്ന് പറഞ്ഞിട്ട് ഈ സിനിമ യാൻഷങ് കാണുവാണ് അവന് കുറച്ച് കോൺഫിഡൻസ് കിട്ടുമെന്ന് അറിയും. അതുകൊണ്ട് അവൻ ആ മൂവി റെക്കമെൻഡ് ചെയ്യുമ്പോഴാണ് അവനാണ് ഇവിടെ മൊത്തത്തിൽ അപ്സെറ്റായി അവൻ നല്ല പേടിയിലിരിക്കുക. അതുകൊണ്ട് അവൻ ആ സിനിമ ഒന്നും കണ്ടു കാണത്തില്ല. അങ്ങനെ അടുത്ത ദിവസം ഇവൾ ആ സിനിമ ഉണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനെ നില കാണാൻ പറ്റില്ലെന്ന് പറയും. പക്ഷെ അവളാണ് ആ സിനിമയിലെ ഹീറോ ഇവനെ പോലെയാന്ന് പറഞ്ഞിട്ട് ഇവനത് തീർച്ചയായിട്ടും മാച്ച് ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവർ സ്വിമ്മിംഗ് പൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ ടോങ് ആണ് ഇപ്പൊ തിരിച്ചെത്തി. അങ്ങനെ അവളിപ്പോ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സിയാന് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുക്കും. പക്ഷെ അവൾക്കാണ് ഈ ടോങ് ഇതുവരെ മാറിയില്ലെന്ന് ഒരു ഉറപ്പില്ല. അങ്ങനെ അതുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ടോങ് വീണ്ടും സിയാനെ ഫോളോ ചെയ്ത് വരും. അങ്ങനെ അതിനുശേഷം അവളും ഇതിനുമ്പ് ഞാൻ ചെയ്ത തെറ്റൊക്കെ നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ സ്വിമ്മിംഗ് ക്ലബ്ബിൽ നിന്ന് റിസൈനായി പോകാൻ പോകുന്ന പറയും. കാരണം യാൻഷങ്ങിനോട് മാത്രം അവൾ ആ ക്ലബ്ബിൽ നിന്ന് ചേർന്ന്. പക്ഷെ ഇനി നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ ഇടപെടത്തില്ലെന്ന് പറഞ്ഞിട്ട് ടോങ് അവൾക്ക് സോറി പറയും. അങ്ങനെ അതുകൊണ്ട് സിയാനും ഇവള് തെറ്റെല്ലാം മനസ്സിലാക്കി എന്ന് പറഞ്ഞ് അവൾ അതൊന്നും ഇപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവളായിട്ട് സമാനമായിട്ട് പോകും. അങ്ങനെ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ജിയാൻ കോമ്പറ്റീഷൻ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുമ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് നിൽക്കും. കൂടാതെ റൂംമേറ്റിന് വേണ്ടി വാങ്ങിച്ചോണ്ട് അവൾ എനിക്ക് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ ഷോക്കായിരിക്കും. എന്നിട്ട് ഇവിടെ ജിയാങ് ആണ് ടോങ് തിരിച്ചു വന്ന കാര്യം അറിഞ്ഞിട്ട് നീ എന്തായാലും അവളെ കൂടുതൽ വിശ്വസിക്കാൻ പോകണമെന്ന് പറഞ്ഞ് സിയാനെ വാൺ ചെയ്യും. പക്ഷെ സിയാനാണ് ടോങ് എന്തായാലും ഇപ്പൊ മാറിപ്പോയെന്ന് പറഞ്ഞ് അവൾ സോറി പറഞ്ഞ കാര്യങ്ങൾ പറയും. എന്നാലും ജിയാങ്ങിന് വിശ്വാസമില്ല അവളുടെ ആ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം സിയാൻ യാൻഷങ്ങിന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചോണ്ട് പോകുമ്പോഴാണ് അവിടെ ലിങ്ക് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് അവൻ ഇത് മനസ്സിലാക്കി അവൻ മ്യൂസിക് റൂമിലുള്ള അതുകൊണ്ട് മ്യൂസിക് വായിക്കുമ്പോൾ അവൻ ബ്രേക്ക്ഫാസ്റ്റ് അഴിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് വാങ്ങിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവളാണ് അതെടുത്തോണ്ട് ഒറ്റരോട്ടം കൂടി പോകും. എന്നിട്ട് ഇവള് മ്യൂസിക് റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ഇവിടെ യാൻഷങ്ങിന്റെ കൂടെ ടോങ്ങും അവിടെ നിന്ന് പിയാനോ വായിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇത് കാണുന്ന സിയാനെ വിഷമിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകും. പക്ഷെ ഇതേ സമയം ഇവരുടെ കൂടെ തന്നെ ഷിയോ ഉണ്ടായിരുന്നു. അങ്ങനെ ഷിയും ടോങ്ങും കൂടെ യാൻഷങ്ങിനെ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയ ഈ ട്യൂണൊക്കെ വായിച്ചു കൊടുത്ത. കാരണം ഈ മ്യൂസിക് കേട്ടാൽ മൈൻഡ് റിലാക്സ് ആവുമെന്ന് ടോങ് ഇവരോടൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ അതുകൊണ്ട് യാൻഷങ്ങും ഈ മ്യൂസിക് കൊള്ളായിരുന്നെങ്കിലും അവൻ ഇത് കാരണം അത്രയ്ക്ക് റിലാക്സ് ഒന്നും ആയില്ലെന്ന് പറയും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.